ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല, എനിക്കും സുഖമാണ്, നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. പിന്നെ നാട്ടിലൂടെ നല്ല മഴയാണ് കേട്ടോ, രക്ഷയില്ലാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊണക്കിനാൾ വ്യാപകമായിട്ട് ഓരോ സ്ഥലത്ത് റെഡ് അലേർട്ടും ഗ്രീൻ അലേർട്ടും അതേപോലെ തന്നെ ഗ്രീൻ അല്ല, റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഓറഞ്ച് അലേർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും സേഫായിട്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നല്ല, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്, നമ്മൾ ഏകദേശം ഇവിടെ വന്നിട്ട് ഒരു 10-15 ദിവസമായി ഈ ഒരു പോസ്റ്റ് കേരളം വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മളിവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ ഇതിനിടയ്ക്ക് ഇവിടുത്തെ റൂം സർവീസ് കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും ആദ്യം നമ്മൾ നോക്കുക അവിടുത്തെ ഭക്ഷണമാണ്. ഇപ്പം ഇവൻ നമ്മളിപ്പോൾ ഒരു പാക്കേജ് ടൂർ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറൊരു ഫംഗ്ഷന് പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ അവിടുത്തെ ഫംഗ്ഷൻ കൂടുക, അതേപോലെ തന്നെ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പരിപാടി നമ്മൾ വിലയിരുത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, പോസ്റ്റ് മെറ്റൽ കെയറിന്റെ ഭാഗമായിട്ട് വരുന്ന അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടായില്ല. റൂം കാര്യങ്ങളെ കാണിച്ചത് കൊണ്ട് അവിടെ കഴിഞ്ഞില്ലല്ലോ. മെയിൻ ആയിട്ടുള്ളത് ഇവിടുത്തെ ഭക്ഷണം കൂടി നമ്മൾ കാണിക്കണം. എന്തൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്, എത്ര നേരാണ് കിട്ടുന്നത്, പിന്നെ അതിനെ പറ്റി നമ്മൾ എന്തായാലും കാണിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിന്ന് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ബാക്കി നമ്മളെ ഫുഡ് പരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കാൻ, ഇവിടെ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ കിട്ടും, എന്തൊക്കെ ഉള്ളത്, എത്ര നേരമുള്ളതൊക്കെ ഞാനിന്ന് വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവര് ഭക്ഷണം മുഴുവൻ ഇവിടെ ഉണ്ടാക്കണതാണ് കേട്ടോ. ഒരു സാധനം പോലും പുറത്തുനിന്ന് വാങ്ങണതില്ല. നിങ്ങൾക്ക് ഇനി വഴിയെ ഭക്ഷണം കാണുമ്പോൾ മനസ്സിലാവും. അതായത് രാവിലെ 5 മണിക്ക് തുടങ്ങുന്നത് വൈകുന്നേരം ഒരു 8-9 മണി, രാത്രി 8-9 മണി വരെ ഇങ്ങനെ ഫുഡ് വന്നുകൊണ്ടിരിക്കണം ഓരോ ടൈമിലും. നമുക്ക് ഞാൻ വീഡിയോയിൽ ഓരോ ടൈം അടക്കം ഞാൻ അതിനകത്ത് എഡിറ്റ് ചെയ്ത് എഴുതി കാണിച്ചു തരാം കേട്ടോ, അതൊക്കെ ടൈമിൽ എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവര് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും ഓർഗാനിക് ആയിട്ടാണ്. അതായത് ഇവനിപ്പം ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിൽ കൂടെ അത് പിന്നെ ചക്കിലാട്ടിയ ഒറിജിനൽ പിന്നെ എണ്ണയാണ്. അതായത് പിന്നെ എന്താണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എണ്ണ അല്ല ഇവർ എടുക്കുന്നത്, ഒറിജിനൽ എണ്ണ തന്നെയാണ് ഇവർ വാങ്ങുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ മീനാണെങ്കിൽ പോലും തിരൂര് പോയിട്ട് ഫ്രഷ് മീനാണ് എടുക്കുന്നത്, ടൈസിട്ട മീൻ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ലേഡീസ് കിടക്കുന്ന സ്ഥലമാണ്, മുലയൂട്ടുന്ന അമ്മമാരുള്ള സ്ഥലമാണ്. അപ്പം അത് കാരണം കൊണ്ട് അത്രയും കെയർഫുൾ ആയിട്ടുള്ള ഭക്ഷണം കൊടുത്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പം അത് കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും ഫുഡ് ഒപ്പിച്ചു കൊടുക്കലൊന്നും ഇവിടെ നടക്കില്ല. കാരണം ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പണിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരിക്കലും ഇവരതിനെ നിൽക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ അവർ കൊടുക്കുന്നത്. അത്രയ്ക്കും നീറ്റും ക്ലീനും ആയിട്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ വല്ലാതെ അതിനെപ്പറ്റി പറയുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി എന്തൊക്കെ ഫുഡാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പുലർച്ചെ 5 മണിക്ക് തന്നെ രാവിലത്തെ പിന്നെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, അത് രാവിലെ ഇവർ തരുന്ന കുറച്ച് പ്രോട്ടീൻ ഫുഡാണ്. അതായത് ഒരു 3 പീസ് പഴം പുഴുങ്ങിയതും പിന്നെ ഒരു 3 കാടമുട്ട, അതേപോലെ തന്നെ പാലിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഇട്ടിട്ടുള്ള ഒരു ഫുഡാണ് രാവിലെ കിട്ടുന്നത് നമുക്ക്. അതിനുശേഷം നേരെ രാവിലത്തെ എക്സസൈസും അതേപോലെ തന്നെ ഇവിടുത്തെ പിന്നെ ആയുർവേദ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലെത്തുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതേപോലെ തന്നെ ചമ്മന്തിക്കറിയും പിന്നെ നല്ല മുളക് ചട്നി ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ 2 ഫ്ലാസ്കിലായിട്ട് കട്ടൻ ചായ ഉണ്ടാവും പിന്നെ പാൽ ചായ ഉണ്ടാവും. നമുക്ക് ഏതാണ് ആവശ്യം അത് കുടിക്കാം. നമുക്ക് രണ്ടും നമുക്ക് അവർ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു 8 മണിക്ക് കഴിച്ചതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവർ നമുക്ക് നല്ല മരുന്ന് കഞ്ഞി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. മരുന്ന് കഞ്ഞിയാണ് കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പിന്നെ ചേരുവകളും ചേർത്തുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഞ്ഞി നമുക്ക് ഈ ഒരു നേരത്തെ ഇവർ കൊണ്ടു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു മിൽക്ക് ഷേക്കും പിന്നെ അതേപോലെ തന്നെ ഉലുവ വെള്ളവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക്കലി ഉലുവ വെള്ളം എത്ര ഉപയോഗപ്പെട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടില്ലേ, ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാട്ടർമെലൻ്റെ ജ്യൂസാണ്, മിൽക്ക് ഷേക്ക് പോലെ ടൈപ്പിൽ ഒരു ജ്യൂസാണ്. അപ്പോൾ ഓരോ ദിവസവും ഈ ജ്യൂസൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അവക്കാഡോ ജ്യൂസ് വരും, പൈനാപ്പിൾ വരും, ആപ്പിൾ ജ്യൂസ്, അങ്ങനെ മാറി മാറിയിട്ടാവും വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് ഇത് രണ്ടുമാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കുള്ള ഭക്ഷണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നെന്താ സ്പെഷ്യൽ ചക്കരെ? ഇന്ന് നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ കറിയോ? ബീഫ് കറി കേസ്. അപ്പോൾ ഒന്ന് നെയ്ച്ചോറ്, ബീഫ് കറി, പിന്നെ സലാഡ്, പപ്പടം, പിന്നെ നമ്മൾ വാങ്ങി ഇവിടെ അച്ചാർ വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാർ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. മുളകച്ചാറ്, നമ്മൾ പിന്നെ പുളിയഞ്ചി മുളകച്ചാറാ നമ്മൾ പിന്നെ വേറെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ അച്ചാറുണ്ടാവും. അപ്പോൾ എന്നും നെയ്ച്ചോറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നെയ്ച്ചോറല്ല, അതെ, വെള്ളിയാഴ്ച നെയ്ച്ചോറ്, ഞായറാഴ്ച ബിരിയാണി അല്ലെങ്കിൽ മന്തി. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്താണ് നാടൻ ചോറും പിന്നെ ബീഫ് വരട്ടിയത്.
പിന്നെ മീന് ഡെയിലി മീൻ വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് അത് എന്തായാലും ഉച്ചക്ക് ഉണ്ടാവും. ഉപ്പേരി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ രാത്രിക്കും ചോറ് തന്നെയാണില്ലേ? രാത്രിക്ക് ചൂട് ചോറ് വെച്ചത് മതി. അതാണ് ചോദിച്ചു. അതെ, നമുക്ക് രാത്രിക്ക് ചോറ് മതി പറഞ്ഞു. അതെ, അപ്പോ ചോറ് തിന്നാ. അപ്പോ ഉച്ചക്ക് ഉണ്ടാക്കണ ചോറല്ല കേട്ടോ രാത്രി തരണത്. രാത്രി വേറെ ചൂട് ചോറ് വെച്ചും കൊണ്ട് വരണതാണ്. അപ്പോൾ ഉച്ചക്കുള്ള കറി ആയിരിക്കില്ല രാത്രിക്ക് ഉണ്ടാവുക. ഉച്ചക്ക് രാത്രിക്കും വേറെ വേറെ കറിയാവും. അതിപ്പോ ഉച്ചക്ക് ചിലപ്പോൾ രസം ഉണ്ടാവും, അല്ലെങ്കിൽ മോരുകറി ഉണ്ടാവും. എന്തായാലും 2 ഐറ്റം കറി ഉച്ചക്ക് എന്തായാലും ഉണ്ടാവും, ഒഴുപ്പ് കറികൾ. പിന്നെ ഒരു ബീട്രൂട്ടോ അല്ലെങ്കിൽ പടവലങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവും. കൈപ്പക്കൻ്റെ എന്തെങ്കിലും ഉപ്പേരി മസ്റ്റായിട്ട് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തത് ഇതാണ് നമ്മുടെ ഫുഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയല്ല. അടിപൊളിയാ. പിന്നെന്താ. അപ്പോൾ ഇന്ന് യൗമുൽ ജുമുഅ ആയതുകൊണ്ട് എന്ത് ചെയ്തു, നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് എങ്ങനെയുണ്ട് ചക്കര? കഴിച്ചോട്ടെ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാ. കട്ടൻ ചായക്കോ? നെയ്ച്ചോറും കട്ടൻ ചായയൊക്കെ തിന്നുങ്ങളൊക്കെ ഉണ്ടോ? എൻ്റെ മുണ്ടിൽ കൂടി പാരണ്ട. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾ ഉച്ചവരുള്ളതല്ലേ കണ്ടിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ വരാണ്ട് വെച്ചിട്ടാ. ഇനിയിപ്പോൾ വൈകുന്നേരം അടുത്ത ഫ്രൂട്ട്സ് വരാണ്ട്, സാലഡ് വരാണ്ട്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ വരാണ്ട്, ഇനി ഒരു കഞ്ഞി വരാണ്ട്, ചായക്കടികൾ വരാണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യമായിട്ട് പറയണം. ഇതുവരെ ഉള്ളത് നിങ്ങൾ കണ്ടില്ല, ഇനി അങ്ങോട്ടുള്ളതാ പറയണം. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇനി വരാനുള്ളതൊക്കെ എന്ത് ചെയ്യാം, ബാക്കി ഇനിയും കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ആ കോളാണല്ലോ വിചാരിക്കും. ഗൈസ് മതി, കുറച്ച് ആറൊഴിച്ചോ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ പിന്നെ വന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, എത്ര ചെങ്ങളൊന്ന് നിൽക്കണം, എത്ര ദിവസം നിൽക്കണ്ടോ അത്രയും ദിവസം നിങ്ങളിവിടെ കൊടുക്കുന്ന കായിന് മുതലാവും. കാരണം ഇവിടുത്തെ സർവീസ് ആയാലും ശരി, ഭക്ഷണം ആയാലും ശരി, കണ്ടില്ലേ? അതുകൊണ്ട് നമ്മൾ കള്ളം പറയല്ല. ഇന്നിപ്പോൾ നമുക്ക് മാത്രമല്ല കേട്ടോ, ഇത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞമ്മക്കും തരണം. അല്ല ഞമ്മക്കൊരു പരിഗണന പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇവിടെ മൊത്തത്തിൽ എത്ര റൂമുണ്ടോ, എത്ര ആൾക്കാരുണ്ടോ, അവർക്ക് എല്ലാവർക്കും കൊടുക്കണ പോലെ തന്നെയാണ് ഞമ്മക്കും കൊടുക്കുക. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അച്ചാർ മതി. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറൊക്കെ ആയപ്പോൾ അടുത്ത ചായ വന്നിട്ടുണ്ടല്ലേ. 4 മണിക്കൂറല്ല, 4 മണി സമയം. 4 മണിയായപ്പോൾ ചായ വന്നിട്ടുണ്ട്. രണ്ടും ഉണ്ടല്ലേ, നോക്കട്ടെ. ഗൈസ്, പാൽ ചായയും ഉണ്ട്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. അത് രണ്ട് ഫ്ലാസ്കിലായിട്ടാണ് കേട്ടോ കൊണ്ടുതരുന്നത്. പിന്നെ ഇതെന്താണ്? ഇന്നിപ്പോ എണ്ണക്കടി. ഇന്നലെ ഇപ്പൊ എന്തായിരുന്നു ചായക്കടി? ഇന്നലെ പരിപ്പോട, മിനിങ്ങാന്ന് പക്കോട, അതിന്റെ മുന്നത്തെ ദിവസം നെയ്യപ്പം അല്ലേ, പഴംപൊരി. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു 8 ടൈപ്പ് എണ്ണക്കടികൾ നമുക്കിങ്ങനെ മാറി മാറി കിട്ടലുണ്ടല്ലേ. എണ്ണക്കടികൾ മാത്രമല്ല, നമുക്കിപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡായാലും ശരി, ഇനിയിപ്പോൾ നമുക്ക് കിട്ടണ ഏതൊരു സാധനം ഇന്നുള്ളത് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ ഇങ്ങനെ മാറി മാറിയിട്ടാവും വരികയെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ വേറൊരു സാധനം കൂടി ചക്കര കിട്ടിയിട്ടുണ്ട്. എന്താ സാധനം ചക്കര? ഇത് വെള്ളപ്പയറാ. വെള്ളപ്പയറും കൊണ്ട് ഉണ്ടാക്കിയൊരു പ്രോട്ടീൻ ഫുഡാണല്ലേ. അപ്പോൾ ഇത് കിട്ടലുണ്ട്. ഇതിപ്പോൾ നാളെ ചിലപ്പോൾ ഇതാവില്ല, നാളെ ഇതിന് പകരം ചിലപ്പോൾ ഈ ഒരു സാധനം കിട്ടണില്ലേ. അപ്പോൾ ഈ ഒരു സാധനം ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞെന്ന് വേറൊന്നുമല്ല. അപ്പോൾ ഇന്ന് ഉണ്ടാവുന്നത് ചിലപ്പോൾ ഇനി അടുത്ത ആഴ്ച കഴിഞ്ഞ, അതായത് ഈ സാധനം ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്കുള്ളത് ചിലപ്പോൾ ജീരകക്കഞ്ഞിയാവും അല്ലേ, വേറെ എന്തൊക്കെ കോറ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിന് പകരം വേറെ എന്തൊക്കെയാ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? ഇതിന് പകരം എനിക്ക് മറ്റേ ഓട്സ് ഉണ്ടാവും, ഓട്സ് ഉണ്ടാവും, പിന്നെ ഗോതമ്പ് ഉണ്ടാവും, കരിപ്പട്ടിയോ? പിന്നെ ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ടാവും, അരിയുടെ അതിൽ തന്നെ വേറെ എന്തൊക്കെയാ ഉണ്ടാവും, പേര് എനിക്കറിയില്ല. പായസം പോലത്തെ സാധനങ്ങളുണ്ടാവും, പ്രോട്ടീനാണ്. അപ്പൊ ഇതിലതേ നമ്മുടെ വൻപയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇന്നുള്ളത്. പിന്നെ ചെറുപയർ ഫസ്റ്റത്തെ ദിവസം വന്നപ്പോ ചെറുപയറുണ്ടായിരുന്നു, ഇതേപോലെ ചെറുപയറായിട്ട് മധുരമൊക്കെ ഇട്ടിട്ട്. പക്ഷെ എനിക്ക് ചെറുപയറ് വയറിന് പ്രശ്നമാണ്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പൊ നമുക്കത് പറ്റൂലെന്ന് പറഞ്ഞാല് അത് പറഞ്ഞതിന് പിന്നെ അതിന് ശേഷം എനിക്ക് ചെറുപയർ. അതന്നെ, നമുക്ക് പറ്റാത്ത ഭക്ഷണം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് അടുത്ത ഭക്ഷണം റെഡിയാക്കി തരും. അതിനുശേഷം ഇതുവരെ ചെറുപയർ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് പറ്റാത്ത ഏതുണ്ടെന്ന് പറഞ്ഞാലും അത് മാറ്റിയിട്ട് അടുത്തത് തരും അല്ലേ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കിനി ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് വീണ്ടും അടുത്ത സലാഡുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലെ സാധനങ്ങൾ വരാണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇതൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും കാണാം.
അങ്ങനെ നമുക്ക് അടുത്ത സലാഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സലാഡിലുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ കുക്കുംബറും ക്യാരറ്റും കൂടി സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് ഫ്രൂട്ട്സ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒരു ദിവസം സലാഡ് ഉണ്ടാവും. ഫ്രൂട്ട്സിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ ഇപ്പോൾ ആപ്പിൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പേരക്ക ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പേരക്കയും നമ്മളെ ചോളം ഇല്ലേ, കോണ്, സ്വീറ്റ് കോണ്, അത് വരലുണ്ട്. പിന്നെ പപ്പായ വരലുണ്ട്, വാട്ടർമെലൻ വരലുണ്ട്. അങ്ങനെ ഓരോ സാധനം ഫ്രൂട്ട്സിൽ വരലുണ്ട്. ഇതിൽ ഇതേപോലെ തന്നെ പിന്നെ കുക്കുംബറും അതേപോലെ തന്നെ ക്യാരറ്റും അങ്ങനത്തെ മിക്സ്ഡ് വെജിറ്റബിൾസ് ആയിട്ടുള്ള വെജീസാണ് നമുക്ക് സലാഡിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ, ഒരു 6:30 7 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ സലാഡ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നർ കൂടി വരും. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ് റൊട്ടീന് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ രാത്രിയത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഉച്ചയ്ക്ക് നിങ്ങൾ നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചത് കണ്ടു. അപ്പോൾ രാത്രി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും നാടൻ ചോറും പിന്നെ കുറച്ച് കൂട്ടാനും കറികളൊക്കെ ആവും വരിക. അപ്പോൾ ഏതായാലും അതുകൂടെ നമുക്ക് കണ്ടിട്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ ഭക്ഷണം അല്ലേ, അവസാനത്തെ വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് റൊട്ടീൻ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നിറഞ്ഞു നിൽക്കണത് ഒന്നായിട്ട് പൊള്ളിച്ച മീനാണില്ലേ. നമുക്ക് അതൊക്കെ ആദ്യം തുറക്കും മുന്നേ ചോറ് പറഞ്ഞ ചക്കര നല്ല ചൂട് പറഞ്ഞ ചോറ് കേട്ടോ. ചൂടുണ്ടോ അവിടെ? വണ്ടി ചൂടുണ്ട്, ചൂടുള്ള ചോറുണ്ട്. പിന്നെ ചക്കരന്റെ ഭാഷയിൽ മീമി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ തുറക്കും, മീനൊക്കെ തുറക്കും. നല്ല പച്ചക്കറി അടങ്ങിയിട്ടുള്ള മുരിങ്ങാക്കോലും പരിപ്പൊക്കെ ഉണ്ടാക്കിയ നല്ല വെജിറ്റബിൾ കറി അതവിടെ ഉണ്ട്. പിന്നെ മീൻ നോക്കട്ടെ, മീൻ എടുക്ക ചക്കര. ഏതാ മീനിപ്പത്? കരിമീനോ? എന്താ കരിമീനമ്മ? സിലോപ്പിയ? കരിമീനല്ല, കരിമ അത്രേ. സിലോപ്പിയും ജിലേബി അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ഓരോ മീൻ കണ്ടില്ലേ, നല്ല അടിപൊളി പൊള്ളിച്ച മീന്. എന്താ പയറുപ്പേരില്ലേ? ഐഷ് പയറുപ്പേരി മച്ചാനെ അത് പോരളിയാ. മറ്റേ കൊറോണ സമയത്ത് ചെങ്ങായി ചെയ്തില്ലേ, രാവിലെ ദോശ പുട്ട്, ഉച്ചക്ക് മറ്റേ പുട്ട് ദോശ ബിരിയാണി, വൈകുന്നേരം ചായ വട അട. മച്ചാനെ അത് പോരളിയാ. എന്ത് അതുണ്ട് തുറക്ക്, അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയണം വിചാരിക്കും. അപ്പോൾ ചക്കരക്കുള്ള പാലുണ്ട് കേട്ടോ, ആഹാരത്തിന് ശേഷം കുടിക്കാനുള്ള പാലുണ്ട്. അപ്പൊ ഏതായാലും എല്ലാം കൊണ്ടും ഇവിടുത്തെ ഭക്ഷണമൊക്കെ നന്നു. ഇതൊക്കെ 1 മാസം എന്നുള്ളത് നമുക്കൊരു 3 മാസമാണ് നീട്ടിയാലോ. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോ ഒരു പ്രശ്നമുണ്ട്. ആരാന്നറിയാത്ത മാത്രല്ല, ഈ വാതിൽ കൂടി കിടക്കാൻ കഴിയൂല. ബാൽക്കണിയിൽ നിന്ന് ചാടേണ്ടി വരും. പാടത്തേക്ക് വാതില് മാറ്റത്തിൽ നടക്കൂല. പാടത്തേ ആ ബാൽക്കണിയിൽ നിന്നാണ് ചാടേണ്ടി വരും. ആ ഷളിക്ക് ഏത് ശരിയാ. അപ്പൊ എല്ലാം കൊണ്ടും വാതിൽ മാറ്റേണ്ടി വരും ഗൈസ്. അപ്പൊ 1 മാസം തന്നെ നമ്മൾ നിക്കണുള്ളൂ. ഇനി കഷ്ടി ഒരു 2 ആഴ്ച കൂടി ഉണ്ടാവും. അതുവരെ തിന്ന് മക്കളെ തിന്ന്. ഏതായാലും ഇവിടുത്തെ ഭക്ഷണമൊക്കെ പിന്നെ എല്ലാവരും കഴിക്കണ്ട. അപ്പൊ ഞാൻ തടിച്ചെന്ന് ആരൊക്കെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. എനിക്കൊക്കെ തോന്നിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ആരൊക്കെ ഇങ്ങനെ കമന്റിൽ പറഞ്ഞിട്ട് ഞാൻ തടിച്ചെന്ന് നോക്കട്ടെ. ഭക്ഷണമൊക്കെ ഒന്ന് മാറിയാൽ തടിക്കോക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ശരീരപ്രകൃതമാണോ? കാരണം ഗൾഫിൽ 6-7 കൊല്ലം നിന്നിട്ട് അവിടെ നിന്ന് ഡെയിലി ബിരിയാണിയും ചിക്കനൊക്കെ തന്നെ, എന്നിട്ട് അവിടെ നിന്ന് തടിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ട് തടിക്കുമെന്ന് നോക്കട്ടെ. കാരണം പ്രോട്ടീൻ ഫുഡാണല്ലോ കിട്ടണത്. ഏതായാലും ഇൻഷാ അല്ലാ നമ്മുടെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചിട്ടയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏതാണ്ട് ഒരു 6-7 നേരമായിട്ടാണ് നമുക്കിവിടെ ഫുഡ് കിട്ടണത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറ്റുള്ള എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരെ വിളിച്ച് അന്വേഷിച്ചാൽ മതി. പിന്നെ ഇവിടെ ഓരോ പാക്കേജാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഓരോ പാക്കേജിനും ഓരോ റേറ്റാണ്. അപ്പോൾ റേറ്റ് കേട്ട് ചിലപ്പോൾ നമ്മളാരും അന്തം വിടേണ്ട, കാരണം അതിനുള്ള സർവീസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും ഭക്ഷണം നമുക്ക് ഒരു ദിവസം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് എന്തുമാത്രം ചിലവുണ്ടാവുന്നു. അതേപോലെ നമ്മളിപ്പോൾ എത്ര ദിവസമാണ് പാക്കേജ് എടുക്കുന്നത്, എത്ര ദിവസം നമുക്ക് അതിനുള്ള ഫുഡുകളൊക്കെ വെച്ച് വിളമ്പി ഒക്കെ റെഡിയാക്കി ഉഷാറാക്കി നേരത്തിന് കൊണ്ട് തരുമ്പോൾ അതിൻ്റെതായ പൈസ ഉണ്ടാവും. അത് മതി, എനിക്കത് മതി. വീഡിയോ ഓഫ് ആക്കിയിട്ട് കുറച്ചുകൂടെ ഇടാം. ഓക്കെ, വെറുതെ പറഞ്ഞാൽ ഞാൻ അത്രയൊക്കെ തന്നെ കഴിക്കാറുള്ള കേസ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ അവിടെ കുട്ടീൻ്റെ അടുത്ത് ബാക്കിൽ ഇരിക്കാനുണ്ട്. കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ കുട്ടി ഉറങ്ങി നീക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിന് അതിൻ്റെ മുന്നിൽ നീക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഉമ്മ കഴിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും.